സിറോ മലബാർ സഭയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ക്രൈസ്തവ സമൂഹം. സിനഡ് തീരുമാനം പിതാക്കന്മാർ ഒപ്പിട്ട് നൽകിയ സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ നാളെ വായിക്കേണ്ടതില്ലെന്നാണ് അതിരൂപത സംരക്ഷണ സമിതി, അതായത് വിമതന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. സിനഡ് അധാർമികമായും നടപടിക്രമം ലംഘിച്ചും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും എടുത്ത തീരുമാനമായതിനാലും അതിനെതിരെ അതിരൂപതയിലെ വൈദികരും അൽമായരും കൊടുത്ത ആയിരക്കണക്കിന് നിവേദനങ്ങൾക്ക് യുക്തിഭദ്രമായ മറുപടി നൽകാതെയും അടിച്ചേൽപ്പിക്കുന്ന തീരുമാനത്തിനായി അതിരൂപതയുടെ നിലപാട് മാറ്റാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അതിരൂപതയിലെ വൈദികർ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പ്രശ്നപരിഹാര പാതയാണെങ്കിൽ എത്രയും വേഗം ഈ സർക്കുലർ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മാത്രമല്ല, സഭാ ആസ്ഥാനത്ത് സർക്കുലറിനെതിരെ വിമതർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധവും നടത്തി. മുദ്രാവാക്യങ്ങളും അതിന്റെ ശൈലിയും ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടേതുമായി സാമ്യമുണ്ടെങ്കിൽ അത് യാദൃശികമായിരിക്കുമോ എന്നാണ് പലരും പങ്കുവച്ച ചോദ്യം. എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് ഒപ്പിട്ട സർക്കുലറിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ മുഴക്കിയ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഭീകരവാദികൾ പോലും തോറ്റുപോകുമെന്ന്. എറണാകുളത്തിൽ മെത്രാന്മാരെ തൊട്ടുകളിക്കാൻ നോക്കണ്ട, കേരളമാകെ കത്തിപ്പടരും, ഇതൊക്കെയാണ് വിളിച്ച മുദ്രാവാക്യങ്ങൾ. ക്രിസ്തീയ സഭയിലെ സിറോ മലബാർ കത്തോലിക്ക സഭയിലെ ശൈലി ഇതല്ല. അക്രമവും തിരിച്ചടികളും മുദ്രാവാക്യങ്ങളുടെ ശൈലി തന്നെ ഭീകരത വരുത്തുന്നതാണ്. ഒരു സംശയവുമില്ല, ഇവർ ഭീകരന്മാർ തന്നെ. ഏതോ ഗൂഢലക്ഷ്യം ഇവർക്കുണ്ട്. കത്തോലിക്ക സഭയിലെ ശൈലി സ്നേഹവും കരുതലും അനുസരണവും വിധേയത്വവും കരുണയും ദയയും ശാന്തതയും ത്യാഗവും സഹനവും ക്ഷമയുമാണ്. അല്ലാതെ ഭീകരത അല്ലെന്ന് ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ മനസ്സിലാക്കണം. എന്തിനാണ് ഈ മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം നടത്തിയത്? ഏകീകൃത കുർബാനയ്ക്ക് എതിരായിട്ടല്ലേ? അതിന് നല്ല സാമ്പത്തിക സഹായം വേണം, ചിലരുടെ ഒക്കെ പിന്തുണയും വേണം. ഈ സഭ തകർന്നു കാണാൻ ആർക്കാണ് താല്പര്യം? നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല, കർത്താവിന്റെ സഭയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാവണം സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള ചിലരെ സഭയ്ക്കുള്ളിൽ നിന്ന് ചിലർ കണ്ടെത്തിയത്. തുത്തുകുണിക്ക് പക്ഷിയിരുന്ന് കുണുങ്ങുമ്പോൾ അത് വിചാരിക്കും ലോകം മുഴുവൻ കുലുങ്ങുമെന്ന്. സഭ ദൈവത്തിന്റെ ശരീരമായാണ് വിശ്വസിക്കുന്നത്, വ്യക്തികളുമായി തർക്കിക്കുന്നത് പോലെയല്ല. സഭയാകുന്ന ദൈവത്തെ വേദനിപ്പിച്ചാൽ ദുരിതം മാത്രമേ ബാക്കി വരികയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ പരസ്പരം കലഹിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്താൽ യേശുക്രിസ്തു നമുക്കായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിക്കുമെന്ന്. എന്നാൽ മധ്യസ്ഥം വഹിക്കുന്ന ആളെ ദ്രോഹിച്ചാൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ ആരുണ്ടാകുമെന്നും പറയുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട് നല്ല പുതിയ സൃഷ്ടിയായാൽ ദൈവശിക്ഷ ഒഴിവാക്കാം.